അദ്ദേഹത്തെ കണ്ടാൽ ഒരു മുസാഫിറാണെന്ന് തോന്നില്ല. കാരണം യാത്രക്കാരന് ഒരു അലാമത്തോ ഒരു അടയാളമൊന്നും അദ്ദേഹത്തിൽ കാണുന്നില്ല. അതേസമയം നിങ്ങൾക്ക് പരിസരമാക്കുകയാൽ ഇയാളെ പരിചയമില്ല. അങ്ങനെ ഇദ്ദേഹം നല്ല വളരെ സുന്ദരനായ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. തങ്ങൾ പറഞ്ഞു, وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അന്ത ഷഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഷഹാദത്ത് പറയലാണ്, ഷഹാദത്ത് ഉൾക്കൊള്ളലാണ്. നമ്മൾ പറയില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നതിന്റെ മാന അഷ്ഹദു അഷ്ഹദു ഐ അഹ്ദു, ഞാൻ മനസ്സിൽ ഹാദറാക്കി ഉറപ്പിക്കുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഈ ഷഹാദത്ത്. രണ്ടാമത്തെ നമസ്കാരം നിലനിർത്തുക, സകാത്ത് കണക്ക് പ്രകാരം ക്രമപ്രകാരം കൊടുത്തുവിട്ട് പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും കഴിവുള്ള ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാം. ഈ കാര്യം തങ്ങളങ്ങ് വിശദീകരിച്ചു പറഞ്ഞപ്പോ ചോദിച്ച ആള് പറഞ്ഞു, ഈ വന്ന ആള് സ്വതക്കുത്ത യാ മുഹമ്മദ്, അവിടെ നിന്ന് പറഞ്ഞത് വാസ്തവമാണ്, സത്യമാണ്, ഹഖാണ് എന്ന് പറയാണ്. ഞങ്ങൾ അതിശയപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു. ഇദ്ദേഹം വന്ന് തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾ അത് ബയാനാക്കിയിട്ട്